പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദേവബാലയുടെ അപ്രതീക്ഷിതമായ റിജക്ഷൻ തളർത്തി കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ അഭിഷേകിനെ. മാത്രവുമല്ല, ഇതിന് പിന്നിലെ സത്യം. ഇതേ തുടർന്ന് അഭിഷേക് തിരിച്ചറിയുകയും ചെയ്യുന്നു. ഇതോടെ അഭിഷേക് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചുപോയിരിക്കുകയാണ്. മാത്രവുമല്ല, ഉണ്ടായ കാര്യങ്ങൾ ഇതേ തുടർന്ന് ദേവരാജനോട് പറയുന്നതിന് അഭിഷേക് തയ്യാറാവുകയും ചെയ്യുന്നു. തന്റെ ഭാഗത്ത് നിന്ന് തെറ്റുവന്നു പോയതായി അഭിഷേക് പറഞ്ഞതിനെ തുടർന്ന് അഭിഷേക് ദേവയെ കല്യാണം കഴിക്കണം എന്ന് തന്നെയാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും, പക്ഷേ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുമെന്ന് തനിക്ക് തോന്നുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് തനിക്കതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നും, തനിക്ക് ഇത്രയും നാൾ ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് നന്ദിയുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അഭിഷേക് തൽക്കാലത്തേക്ക് പ്രണയവും വിവാഹവും ഒന്നും തനിക്ക് വേണ്ട എന്നുള്ള നിലപാട് എടുത്തിരിക്കുകയാണ്. തൻ്റെ അമ്മയെ അന്വേഷിച്ചു കണ്ടെത്തുകയാണ് വേണ്ടത് എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന അഭിഷേക് ഇതേ തുടർന്ന് ഗായത്രിയെ അന്വേഷിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. ഒടുവിൽ തൻ്റെ അമ്മയെ കണ്ടെത്തുകയാണ് അഭിഷേക്. ഇതേ തുടർന്ന് തിരികെ ദേവരാജനെ കാണുന്നതിനായി എത്തുന്ന അഭിഷേക് അമ്മയുമായി താമസിക്കാൻ താൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നും, ഇനി മാറി താമസിക്കുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ദേവരാജനെ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.